നമ്മൾ ഫോർട്ട് കൊച്ചി സെൻറ്റ് ജോൺ ബ്രിട്ടാസ് മന്ദിരത്തിലാണ്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ ഒരു സന്നദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മന്ദിരത്തിലെ നിവാസികൾക്ക് വേണ്ടി രാവിലെ അവരുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചു. അതിനുശേഷം അവർക്ക് പ്രഭാത ഭക്ഷണം അവർക്കൊപ്പമാണ് കഴിക്കുന്നത്. എന്തെല്ലാമാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്നിപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ കേക്ക് കട്ടിങ്ങോടെ തുടങ്ങിയേക്കണേണ്. അത് കഴിഞ്ഞ് ഇവർക്ക് പ്രഭാത ഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്കുള്ള പുതു ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇന്ന് രാവിലെ ഇവിടെ വെച്ചുള്ള പരിപാടി. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾ റോഡരികിലുള്ള കുറേ ആൾക്കാരുണ്ട്, താടിയും മുടിയൊക്കെ വെട്ടാൻ എല്ലാവരും മാറി നിൽക്കണത്. അവരുടെ താടിയും മുടിയെല്ലാം വെട്ടി അവരുടെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കലാണ് അടുത്തൊരു ഞങ്ങളൊരു പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ഫുഡുകളാണ്. അത് നമ്മുടെ എറണാകുളം ഭാഗങ്ങളിലും എല്ലാവരുടെയും നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഇന്ന് ഒരാളും വിശന്നിരിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ദിവസമായിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇപ്പോൾ നാളെ നമ്മൾ 30,000 ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇൻ്റർനാഷണൽ ലെവലിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എറണാകുളം IMAയിൽ നാളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാതിരി തന്നെ എടപ്പള്ളി യൂണിറ്റിൻ്റെ വരാപ്പുഴ യൂണിറ്റ് സംയുക്തമായിട്ട് അമൃതയെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെട്ടൂർ യൂണിറ്റിൻ്റെ കീഴിൽ ലക്ഷർ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. പിന്നെ ഇതൊന്നും തീർന്നില്ല. ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് 1 വർഷം നീണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയോട് അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തൊക്കെ പരിപാടി ഇത്തവണ നടത്തുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാറില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി എന്താണ് ഞങ്ങളോട് നേരത്തെ അറിയിച്ചേക്കുന്നതെന്ന് വെച്ചാൽ വെൽഫെയറുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. യാതൊരു വിധത്തിലുള്ള അടിച്ചുപൊളികളും ഒന്നും പുള്ളിക്ക് താല്പര്യമില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ അതിന് മുമ്പത്തെ വർഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വെൽഫെയർ ആയിട്ടുള്ള പരിപാടികൾ മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള കോൺവെൻറ്റുകൾ കേന്ദ്രീകരിച്ച് നിരാലംബരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടിട്ട് ഇതിന് ഒരു 2-3 മാസം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണ് അതിന് അർഹതപ്പെട്ട ആളുകൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടിട്ട് അവരിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഇൻ്റർനാഷണൽ ലെവൽ കമ്മിറ്റിയും നമ്മൾ സഹായിക്കാറുണ്ട്, സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കൊച്ചിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഒട്ടനവധി ആളുകളുണ്ട്, എല്ലാവരും പ്രായമായവരാണ്. എല്ലാ കൊല്ലവും നടത്തുന്നതാണ് ഇതേ സെയിം പരിപാടി തന്നെ. അപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ വേറെ യാതൊരു രീതിയിലുള്ളത് അടിച്ചുപൊളിയുള്ള പരിപാടികളൊന്നും ഞങ്ങൾ മുന്നോട്ട് പോവില്ല. ഇത് മാത്രം ഞങ്ങൾ വെൽഫെയർ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കൊണ്ടിട്ട് വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ പ്രിയപ്പെട്ട മമ്മൂക്ക. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മമ്മൂട്ടി സാറിൻ്റെ ആരാധകർ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയൊക്കെ സന്ദർശിക്കുകയും നേരത്തെ അവരിവിടെ വന്നിട്ടുണ്ട്. അവർക്ക് വീൽ ചെയറൊക്കെ നൽകി വാക്കിംഗ് സ്റ്റിക്കൊക്കെ നൽകിയിട്ടുണ്ട് മമ്മൂട്ടി സാറിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ എല്ലാ നന്മകളും നേരുന്നു, ആശംസകൾ നേരുന്നു, ആയുരാരോഗ്യം നേരുന്നു, ദൈവാനുഗ്രഹം നേരുന്നു. എല്ലാ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെയും ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ മദറിൻ്റെ ഒക്കെ പേരിൽ ഉള്ള നന്ദിയും ഞങ്ങളുടെ പ്രാർത്ഥന ആശംസകളും ജന്മദിനാശംസകളും ഒക്കെ നേരുന്നു. നന്ദി. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെ തികച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജന്മദിനാഘോഷമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ജോൺ ബ്രിട്ടാസ് മന്ദിരത്തിലെ നിവാസികളും അവരും ഒക്കെ വലിയ സന്തോഷത്തിലാണ് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിലും. മമ്മൂട്ടിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മമ്മൂട്ടിയെ ഞങ്ങൾ എനിക്കെന്ന് പറഞ്ഞത് എൻ്റെ പേര് ഡോർത്തി എന്നാണ്. അപ്പം മമ്മൂട്ടി ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞ് മമ്മൂട്ടിക്ക് ക്ഷീണമാണ്. അപ്പം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് മമ്മൂട്ടിയുടെ അസുഖം മാറ്റണം എന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മമ്മൂക്കയെ ഇഷ്ടമുള്ളവരാണ്, ഭയങ്കര ഇഷ്ടമാണ്. ജന്മദിനത്തിൽ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും കേക്ക് മുറിക്കാനൊക്കെ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പദ്ധതിയിടുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ രാവിലത്തെ അഗതി മന്ദിരത്തിലെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് പിന്നെ തിരൂരുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒപ്പം നാളെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മമ്മൂട്ടിയുടെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഒഴിവാക്കുന്നില്ല. തികച്ചും സന്നദ്ധ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മാത്രമാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.